നമ്മുടെ ആ ഒരു പാർക്കിൻ്റെ ഫ്രണ്ട്. ആൻഡ് ലുക്സ് റിയലി നൈസ്. കേട്ടോ, ഈ ഒരു പൂവും കാര്യങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ആൻഡ് സന്ധ്യ മയങ്ങുന്ന നേരമാണ്. കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട് സ്കൈ. പിന്നെ ഇവിടെ വേറെ കളറാണ്. ഇനി ഇവിടെയും വേറെ കളറിൽ നമ്മുടെ കള്ളാസ് പൂക്കൾ വേറെയും കാണുന്നുണ്ട്. അപ്പോൾ 11 to 12, 2 to 11:30 ഇതൊക്കെയാണ് ടൈമിങ്. നമുക്ക് ഇവിടെ കയറി നമ്മളിപ്പോൾ മഗ്‌രിബ് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവാണ്. ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫ്രെയിം ഇറ്റ് സെൽഫ്. പച്ചപ്പുണ്ട്, ആകാശത്തിൻ്റെ കളർ വേറെയാണ്. കൊട്ടാരത്തിലേക്ക് കയറി പോകുന്ന ഒരു ഫീലാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ, ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതാണ്. പച്ചയുണ്ട്, ചുവപ്പുണ്ട്, പച്ചയുണ്ട്, ചുവപ്പുണ്ട്, വൈറ്റ് കളറിൽ ഒരു വൈറ്റും ചെറിയൊരു ബ്ലൂ ഷെയ്ഡുള്ള കളേഴ്സിൽ നമ്മുടെ ലൈറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണിപ്പോൾ. തണുപ്പ് കൂടി വരുന്നുണ്ട്. കണ്ട പ്ലാസ്റ്റിക് പോലെയുണ്ട്. നാച്ചുറലാണ്, ഒറിജിനലാണ്. ഇവിടെയൊക്കെ ഇരിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പുറത്ത് കുറച്ച് ഫാമിലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും എല്ലാം അവിടെ ഉണ്ട്. നല്ല രീതിയിൽ ക്ലൈമറ്റ് മാറിയതുകൊണ്ട് എന്താ പറയുക, എൻ്റെ ശബ്ദത്തിൽ മാറ്റം ഉണ്ടാവും. നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. നമ്മളെ ഫ്രണ്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരു പിന്നെ നമ്മളെ കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നു കൂടെ. രാത്രി കാണാൻ രസമാണ്, പക്ഷേ രാവിലെ അതിലൊരു രസമായിട്ടുണ്ടാവും. ഇനിയിവിടെ അങ്ങനെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ ഉണ്ട് പാർക്കിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ. ലൈറ്റ് കുറവായിരിക്കും, പക്ഷേ മാക്സിമം കാണിക്കാൻ പറ്റാത്ത ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയ ചെറിയ നമ്മൾ ഹട്ട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. റൗണ്ട് ബോട്ടിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഉണ്ട് ഇവിടെ ഇറക്കുന്ന ഇങ്ങനത്തെ. അതിൽ കസാലകൾ കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇരിക്കാം. നിലത്ത് നമ്മളെ സുഫറൊക്കെ വിരിച്ചിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ സൊറ പറഞ്ഞിരിക്കാനൊക്കെ പറ്റിയ ആ ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെൻട്രൽ പാർട്ടിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിന് ചുറ്റുമായിട്ടാണ് ഇങ്ങനെ 11ഓളം ഇങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അവിടെ ഒരു എക്സിറ്റ് കാണുന്നുണ്ട്. ഇതെന്താണ്? അതൊരു കോഫി ഷോപ്പാണ് കാണുന്നത്. എന്താണ്? റാബൽ ഹസൻ കോഫി ഷോപ്പ്. അവിടെയും പ്ലേ ഏരിയകളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു സെൻട്രൽ പാർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ വലിയ ഓവർ ക്രൗഡൊന്നുമല്ല. അവിടെ കുട്ടികൾ കളിക്കുന്ന ഏരിയയിൽ കുറച്ച് ക്രൗഡുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് യു സി ഇതിനൊക്കെ ഒരു കറക്റ്റ് അളവിൽ നൂലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഈ ഒരു. അപ്പോൾ പുറത്ത് നമ്മളത് കണ്ടതാണ്. ആ ഒരു കറക്റ്റ് ലെവലാവാൻ വേണ്ടിയിട്ട് ആ ഒരു ഹൈറ്റ് പാകപ്പെടുത്താൻ വേണ്ടി വെച്ചതെന്ന് അറിയില്ല. 2 ടൈപ്പ് കളർ മാത്രമേ നമുക്കിവിടെ ഈ ഇത് മല്ലിയാണ് തോന്നുന്നത് കാണുന്നുള്ളൂ. ഇവിടെ നമുക്ക് ചന്ദ്രൻ, അതായത് നമ്മളെ അമ്പിളിമാമൻ ഉദിച്ചു വരുന്നുണ്ട്. നമ്മളെ ഫ്രണ്ട്സൊക്കെ അപ്പോൾ അങ്ങനെ നടക്കുകയാണ്. ഞാൻ നേരത്തെ പള്ളിക്ക് പോയപ്പോൾ അവരെന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിനും ഇനിയിപ്പോൾ എന്താണ് ഇതാണ്. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. പൈസ കൊടുത്തിട്ടുള്ള പരിപാടിയാണ് എന്ന് തോന്നുന്നു. നമ്മുടെ യന്ത്രഊഞ്ഞാൽ പോലും എന്തോ കാണുന്നുണ്ട്. പിന്നെ കുട്ടികൾ കാണുന്ന മറ്റേ കീഞ്ഞാടുന്ന അങ്ങനത്തെ സംഭവങ്ങളും എല്ലാം ഇവിടെ
കാണുന്നുണ്ട്. അത് റോട്ടിലാണോ എന്താണെന്നല്ല നമുക്ക് അവിടെ പോകുമ്പോഴേ അറിയുന്നുള്ളൂ. ഇതിലൊന്ന് കയറി നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. കണ്ടോ, അത് ജസ്റ്റ് ഒരു കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഐറ്റംസ്. അതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ, വർക്ക് കംപ്ലീറ്റഡ് അല്ല. വർക്ക് നോട്ട് യെറ്റ് കംപ്ലീറ്റഡ്. ആൻഡ് അവിടെയും അത് ഇരിക്കാനുള്ള ഒരു മോഡലാണുള്ളത്. നമ്മളെ ടോം ആൻഡ് ജെറി അനുസ്മരിപ്പിക്കുന്നതാണുള്ളത്. ഫാമിലി ലിൻത, എല്ലാം അറബിയിലും. ആൾ ഡേയ്സ് ഓഫ് ദ വീക്ക് ഇൻ സമ്മർ ഫ്രം 4 PM to 12 PM, അറ്റ് വിൻ്റർ ഫ്രം 3 to 12 midnight. കണ്ടോ, മറ്റേ റേസിങ്ങിനൊക്കെ, നമ്മുടെ കാർ റേസിങ്, അതുപോലെ തന്നെ ബൈക്ക് സ്റ്റണ്ടിങ്ങിന്, ഇത് കുട്ടികൾക്കുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേ ജമ്പിങ്ങിൻ്റെ ആണെന്ന് തോന്നുന്നു അത്. ഇവിടെ ഒരുപാട് വേറെ കുറച്ച് റൈഡുകളൊക്കെ ഇവിടെ കാണാം. ഊഞ്ഞാലുണ്ട്, ചില ടോയ് ട്രെയിനുണ്ട്. യെസ്, യന്ത്ര ഊഞ്ഞാൽ അവിടെ കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടികളൊക്കെ കയറി കളിക്കുന്ന ഐറ്റംസ് ഉള്ളതാണ് ഇവിടെ ഉള്ളത്. അത്ര വലിയ ഇതൊന്നുമില്ല, എന്നാലും കുട്ടികളൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ ഓരോ ഇതാണ്. ഇങ്ങനെ ടിക്കറ്റ് കൗണ്ടറൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട്. എന്തോ ഡച്ച്മാനോ, യെസ്, ഫ്ലൈയിങ് ഡച്ച്മാൻ. നീരാളി കാര്യങ്ങളൊക്കെ അതുകൊണ്ടോ, അവിടുത്തെ അങ്ങനത്തെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് രൂപങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നീരാളി പോലെ അതെന്തിൻ്റെ റിലേറ്റഡ് ആയിട്ടാണ്. ജോക്കറിൻ്റെ ഒരു ഇത് കാണുന്നുണ്ട്. ഇവിടെ കുട്ടികൾക്കൊക്കെ കയറി ഉല്ലസിക്കാൻ പറ്റും. ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ്, നമ്മളെ മുതിർന്നവർക്കുള്ളതല്ല. ഇവിടെ ഒരു പൂൾ, വെള്ളമുണ്ടോ? അതെ, പൂളുണ്ട്, പക്ഷേ നോട്ട് വെൽ മെയിൻറ്റെയിൻഡ് അല്ല. അത്രേ ഉള്ളൂ. ചെറിയൊരു അതിൻ്റെ എക്സ്റ്റൻഷൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത്. നമ്മളെ നാട്ടിലെ മറ്റേ തോണി, അതാണിത്. എന്തോ ഞാനല്ല, തോണി. ഒരു വെറൈറ്റി ഡച്ചാണ്, ഫ്ലൈയിങ് ഡച്ച്മാൻ. അതാണ് ഇതിൻ്റെ ആ ഒരു ലുക്ക്. മേലെയും അതുണ്ട്. ഇതൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാനുള്ളൂ. അത്ര വലിയ ഒരു ഏരിയയോ കാര്യങ്ങളൊന്നും അല്ല ആക്ച്വലി ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെയും അവിടെ മാത്രമല്ല, ഈ ഒരു ഭാഗത്തും നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ വന്നത് ഇതിലായിരുന്നു, ഈ സൈഡിലേക്കും ഉണ്ട്, പക്ഷെ അത്ര ലെസ് ക്രൗഡഡ് ആണ് ഇവിടെയൊക്കെ. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടെക്സ്ചേർഡായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അവിടെ മേലെ കാണുന്നുണ്ടാവും, അതാണ് നമ്മൾ രാത്രി ഫുഡ് കഴിച്ചപ്പോൾ കണ്ടിരുന്ന മലയാണ്. അതിലേക്കുള്ള ആ റോഡിൻ്റെ ഒരു റോഡിലെ ലൈറ്റ്സാണ് അത് കാണുന്നത്. വെരി നൈസ്. അങ്ങനെ നമ്മളിനി തിരിച്ചു പോവാണ്. അപ്പോൾ ബാക്കി മറ്റൊരു വീഡിയോയിൽ കാണാം.